അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബേസിക്കലി നമ്മുടെ S3 വരുന്ന സിലബസുകളെ പറ്റിയിട്ടാണ്. അതായത് നിങ്ങളിപ്പോൾ S2 ഒക്കെ കഴിഞ്ഞ് S3ലേക്ക് വരുന്നു, അത് നിങ്ങൾ പുതിയ കുറേ സിലബസ് പഠിക്കുന്നു. ഇതിലുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വളരെ നിസ്സാരമായിട്ടൊന്നും പോയി കണ്ടു കളയരുത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഇതിൻ്റെ അകത്ത് വരുന്ന പല സിലബസുകളും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന പല പേപ്പറുകളും നമുക്ക് ഈ പറയുന്ന പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് അയക്കുന്ന സമയത്ത് തൊട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വളരെയധികം യൂസ്ഫുൾ ആകുന്ന കുറേയധികം സബ്ജക്റ്റുകളുണ്ട്. സോ ആ പറയുന്ന സബ്ജക്റ്റുകൾ ഏതാണ്, സോ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് പഠിക്കേണ്ടത്, സോ അതിലെ പിൻ പോയിന്റ് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാര്യം ഞാൻ ഉൾപ്പെടെ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അന്ന് ഇത്രയും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ സമയത്ത് ടഫ്നെസ് അല്ലെങ്കിൽ ടഫ്നെസ് വരില്ലല്ലോ എന്ന് ചിന്തിച്ച കുറേ സബ്ജക്റ്റുകളുണ്ടായിരുന്നു. സോ ആ ഒരു സബ്ജക്റ്റുകൾ ആണ് ഈ പറയുന്ന S3 നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞ കാര്യം. നമ്മളിപ്പോൾ നിങ്ങൾ ഫൈനൽ ഇയർ പോയാൽ പോലും ഈ സബ്ജക്റ്റുകൾ തന്നെ അവിടെ ചോദിക്കും. അതായത് പ്ലേസ്മെൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് കോഡിംഗ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടാവും. സോ അതിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന സബ്ജക്റ്റുകൾ ഈ പറയുന്ന S3 എന്ന് പറയുന്ന സെമിസ്റ്ററിൽ വരുന്നുണ്ട്. സോ അത് നിങ്ങൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെയധികം ബേസ് കറക്റ്റ് ചെയ്ത് മാത്രം പഠിക്കുക. ഓക്കെ, സിംപ്ലി നിങ്ങൾ ജയിക്കാനായിട്ട് ആ ഒരു സബ്ജക്റ്റ് പഠിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ പറയുന്ന സിലബസുകൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അതിനുശേഷം നമുക്ക് ഓരോ സബ്ജക്റ്റുകൾ എന്താണ്, അതുപോലെ തന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പറയുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്ന രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഒന്നാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് മാത്തമാറ്റിക്സ് പേപ്പറാണ്. സോ അത് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ നിങ്ങൾ S1 S2 പഠിച്ച പോലെ തന്നെ മാത്തമാറ്റിക്കൽ പേപ്പറാണ്. ഓക്കെ, ആൻഡ് ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ പേപ്പറാണ്. അപ്പോൾ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പേപ്പറാണ്. അതുപോലെ തന്നെ കുറച്ച് ടഫാണ്. ബട്ട് ഇത് ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ടാണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും ടഫാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് തിങ്. സോ നിങ്ങൾ അതെന്ത് ചെയ്യുക, അതായത് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, അതിനുശേഷം സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, തേർഡ് മൊഡ്യൂൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സബ്ജക്റ്റ് ഒന്നാമത്തെ മോഡ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും രണ്ടാമത്തെ മോഡ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മൂന്നാമത്തെ മോഡ്യൂൾ. കാര്യം അങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ മോഡ്യൂൾ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് മോഡ്യൂൾ നോക്കാൻ തുടങ്ങുമ്പോൾ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. സോ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ആ ഒരു ലെവലിൽ തന്നെ ഒന്നാമത്തെ മോഡ്യൂൾ പഠിക്കുക, രണ്ടാമത്തെ മോഡ്യൂൾ പഠിക്കുക, മൂന്നാമത്തെ മോഡ്യൂൾ പഠിക്കുക. സോ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ മൂന്നാമത്തെ സബ്ജക്റ്റ് ആണ് ഡേറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു സബ്ജക്റ്റ്. അതായത് പ്ലേസ്മെന്റോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് സമയത്തോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ പറയുന്ന അതായത് പ്ലേസ്മെന്റോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് സമയത്തോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ പറയുന്ന ഡേറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെ യൂസ്ഫുൾ ആവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു പ്ലേസ്മെന്റ് നടക്കുമ്പോഴത്തേക്കും, ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരു പ്ലേസ്മെന്റ് നടക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഹയർ ചെയ്യുന്ന സമയത്തേക്കും അവിടെ കോമ്പറ്റേറ്റീവ് കോഡിംഗ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, കോമ്പറ്റേറ്റീവ് കോഡിംഗിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആ കോമ്പറ്റേറ്റീവ് കോഡിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഡേറ്റാ സ്ട്രക്ചർ പല ടൈപ്പ് ഓഫ് ഡേറ്റാ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യും. സോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു സബ്ജക്റ്റുകളിലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് സമയത്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റ് ആണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, പ്ലേസ്മെന്റ് സമയത്തും ഇന്റേൺഷിപ്പ് സമയത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ഈ പറയുന്ന ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഒരിക്കലും സപ്ലി നോക്കി കളയരുത്. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ അത് നല്ല രീതിയിൽ പഠിച്ച് തന്നെ മൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റിന്റെ അകത്ത് നമുക്ക് ഓരോ പ്രോഗ്രാംസും എത്ര ടൈം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതുപോലെ എത്ര സ്പേസ് മെമ്മറിയിൽ എടുക്കുമെന്ന് പറയുന്ന രീതിയിലുള്ള കോംപ്ലക്സിറ്റീസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഇപ്പോൾ ഇന്റർവ്യൂ സമയത്തൊക്കെ HR അല്ലെങ്കിൽ ടെക്നിക്കൽ റൗണ്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും, കൂടുതലും ടെക്നിക്കൽ റൗണ്ടിലാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പീസ് ഓഫ് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്നിട്ട് പറയും ഇതിന്റെ ടൈം എത്ര, അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ടൈം എടുക്കും, അല്ലെങ്കിൽ മെമ്മറിയിൽ എത്ര സ്പേസ് എടുക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടാക്കിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ബേസിക് തന്നെ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ എത്ര സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡേറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, റൈറ്റ്? അപ്പോൾ ഇവിടെ ഇതിന്റെ ബേസ് ലെവലിൽ നമുക്ക് ഫിക്സ് ആക്കി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ടോപ്പ് ലെവലിലേക്ക് പോകാൻ നേരത്ത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, വരുന്ന സിലബസുകളിലും ഇതിന്റെ അഡ്വാൻസ്
ലെവൽ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ നിങ്ങൾ ഈ ബേസ് ലെവൽ കറക്റ്റ് ആക്കിയാൽ മാത്രമേ ആ ലെവലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ആൻഡ് അടുത്തൊരു സബ്ജക്റ്റ് ആണ് ബേസിക്കലി ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി ചിലപ്പോൾ ജാവ ആയിരിക്കും ഇതിൻ്റെ അത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. മിക്കപ്പോഴും ഞങ്ങൾക്ക് ജാവയ്ക്ക് തന്നെയായിരുന്നു. ഓക്കെ, ആൻഡ് ഈ പറയുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ലാംഗ്വേജ് ജാവ തന്നെയാണ്. ആൻഡ് ഈ പറയുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴത്തേക്കും ബേസിക്കലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, ഒരു പ്രൊസീജറൽ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. സോ അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചില്ലേ ഒരു സി പ്രോഗ്രാമിംഗ്, അതൊരു പ്രൊസീജറൽ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് ലൈൻ ബൈ ലൈൻ ഫോം ആയിരിക്കും ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, അത് ഡിഫറെന്റ് രീതിയിലായിരിക്കും എന്റെ എക്സിക്യൂഷൻ. അതായത് ഞാൻ എന്റെ ഇന്റേണൽ ലെവലിലോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങൾ പ്രൊസീജറൽ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് S1 പഠിച്ച സി. ഇനി നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണ് ഈ പറയുന്ന സെമ്മുകളിൽ. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ പറയുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിലുള്ള ലാംഗ്വേജ്. കാര്യം ഇപ്പൊ നിങ്ങളുടെ ഡെവലപ്പർ ആയിട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ലാംഗ്വേജുകളായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഇപ്പോൾ പല പല ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ ഡാർട്ട്, ജാവ, അതുപോലെ തന്നെ കോട്ലിൻ, ഇങ്ങനെ ഏത് ലാംഗ്വേജ് എന്നതിലല്ല കാര്യം, നിങ്ങൾ ഏത് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഹാൻഡിൽ ചെയ്യണം. അതായത് ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ നാളെ നിങ്ങളൊരു ഇന്റേൺഷിപ്പ് ചെയ്യുന്നു, അവിടെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആർ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ്. ഓക്കെ, ആർ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഗോ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണെന്ന് വിചാരിക്കുക. ബേസിക്കലി ഈ രണ്ട് ലാംഗ്വേജും ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജാവ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ലാംഗ്വേജിലേക്ക് എളുപ്പം സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴത്തേക്കും ആ ലാംഗ്വേജിനെ പറ്റി നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ അത് എന്ത് കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ആ കൺസെപ്റ്റ് കൂടി നമ്മൾ പഠിക്കണം. കാര്യം ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു ലാംഗ്വേജിന്റെ അകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ പൈത്തണിലാണെങ്കിൽ പ്രിന്റ്, ഓക്കെ, അങ്ങനെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ അകത്ത് ഒരു ഫംഗ്ഷൻ എഴുതുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരു ഡേറ്റ ടൈപ്പ് ഡിക്ലറേഷൻ. അതായത് ഈ പറയുന്ന ലാംഗ്വേജുകളിൽ എല്ലാത്തിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, ഫംഗ്ഷൻ എഴുതുന്ന പരിപാടി ഉണ്ടായിരിക്കും, ഡേറ്റ. കാര്യം എല്ലാ ലാംഗ്വേജിലും ഇങ്ങനത്തെ കാര്യമുണ്ട്. അപ്പോൾ ഓരോ ലാംഗ്വേജിലും ഇത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്, നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് ഈ പറയുന്ന ജാവയിൽ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ നാളെ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഒരു ആറാ യൂസ് ചെയ്യണമെങ്കിൽ ഈ കോൺസെപ്റ്റ് സെയിം ആണ്. സോ 6 ലാംഗ്വേജിൽ അത് എങ്ങനെ എഴുതണം നോക്കിയാൽ മതി. അല്ലാണ്ട് 6 ലാംഗ്വേജ് കംപ്ലീറ്റ് പഠിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതണം നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് നിങ്ങൾ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അടുത്തൊരു സബ്ജക്റ്റ് ആണ്. സോ ഈ 2 സബ്ജക്റ്റ് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. അത് ഞാൻ ഇപ്പോഴെടുത്ത് പറയുകയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന ടൈം, അതുപോലെ മെമ്മറി ഉള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കോമ്പറ്റന്റ് ലെവലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നോളജ് ഇതിൽ നിന്ന് കിട്ടും. ഇത് നമുക്കൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് പഠിക്കാനുള്ള നോളജ് കിട്ടും. ഓക്കെ, കാര്യം ഈ പറയുന്ന S4 ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ അപ്ലൈ തുടങ്ങും. കാര്യം നിങ്ങൾക്ക് ഈ പറയുന്ന ലെവലിൽ നിങ്ങൾക്ക് ഒരു നോളജായി, ഈ പറയുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലെവലിൽ നോളജ്. സോ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവിടെ ഏത് ലാംഗ്വേജ് ആണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. കാര്യം ഈ 2 ലെവലിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട്. പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക്കൽ ഡിസൈൻ എന്ന പേപ്പറാണ്. ബേസിക്കലി പേപ്പർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അത് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിത് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കേണ്ട ഒരു പേപ്പറാണ്. കാര്യം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ലെവൽ, അത് ബൈനറി ഫോം ഓഫ് ഡേറ്റ ഹാൻഡ്ലിങ്, അതായത് ബൈനറി ലെവലിലുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നൊക്കെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതായത് ഒരു മെമ്മറിയിൽ എങ്ങനെയാണ് സാധനം സേവ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുമ്പോൾ ശരിക്കും അത് ഡിലീറ്റ് ആയി പോകുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു പേപ്പറാണ്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് പേപ്പറാണ്. നിങ്ങളത് ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക. അതിന്റെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺടർപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേപ്പർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അങ്ങനെയുള്ള പേപ്പേഴ്സ് ആണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഇത് രണ്ടും ഇല്ല, S3 S4 ഈ 2 പേപ്പേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള കാര്യമാണ് ആക്ച്വലി ലാബ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഡേറ്റാ സ്ട്രക്ചർ ലാബ് ഉണ്ടാവും. അത് ബേസിക്കലി കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യുന്നവർക്ക് അറിയാം, പ്രോഗ്രാമാണ് അല്ലേ. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഡിജിറ്റൽ ലാബാണ്. അതായത് ഇത് ഇലക്ട്രോണിക് കിറ്റുകളാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കൊരു ഇലക്ട്രോണിക് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡയോഡ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ രജിസ്റ്റർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു സർക്യൂട്ട്, അതായത് ഈ പറഞ്ഞ ഡിജിറ്റൽ ഡിസൈനിൽ പഠിച്ച സർക്യൂട്ട് നിങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്യും. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്.
ആൻഡ് അടുത്ത ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു മൈനർ എന്ന് പറഞ്ഞ സബ്ജക്റ്റും വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നിങ്ങൾ S3 നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ S3 നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ ഞാൻ തന്നിട്ടുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റുകൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് ഈ 2 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഫ്യൂച്ചറിസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. ആൻഡ് ഇതും അതുപോലെ തന്നെ ഇത് നിങ്ങൾ എന്തിനാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കുറച്ചും കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇതിൽ കുറെ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സബ്ജക്റ്റ് നല്ല ധാരാളമായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ആൻഡ് വി ക്യാൻ സീ ഇൻ അനദർ വീഡിയോ. ബൈ.